തിരുവനന്തപുരത്ത് വിവാഹ വാഗ്ദാനം നൽകി ഒപ്പം താമസിപ്പിച്ചിരുന്ന യുവതിക്ക് ആൺ സുഹൃത്തിന്റെ അതിക്രൂരമർദ്ദനം. യുവതിയുടെ അരയ്ക്ക് താഴെ ബെൽറ്റ് തടിച്ച് മുറിവേൽപ്പിക്കുകയും ദ്രാവകമൊഴിച്ച് പൊള്ളിക്കുകയും ചെയ്തു. നെടുമങ്ങാട് പത്താങ്കൽ സ്വദേശി ജിതിൻ ഷായ്ക്കെതിരെയാണ് കണ്ണൂർ സ്വദേശിനിയായ യുവതിയുടെ പരാതി. എന്നാൽ കമ്മീഷണർ ഓഫീസിൽ അടക്കം എത്തി പരാതി നൽകിയിട്ടും അന്വേഷണം മുന്നോട്ട് പോകുന്നില്ലെന്നും യുവതി ആരോപിക്കുന്നു. എന്താണ് നടന്നത്, എന്താണ് സംഭവമെന്ന് വിശദമായി പരിശോധിക്കാം. മെയിനായിട്ട് ബൈക്കിൻ്റെ ചെയിൻ കീ വെച്ചിട്ട് കുത്തും. അതാണ് മെയിനായിട്ട് ആൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അടിക്കും. ഞാൻ ഉപയോഗിച്ചിരുന്ന ബാഗ് ലെതർ ബാഗായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാഗിൽ വള്ളി പൊട്ടിച്ചിട്ട് അടിച്ച് പിന്നെ കാലൊക്കെ ഇറുക്കി പിടിച്ചതൊക്കെ. പിന്നെ കീ ഉണ്ടായിരുന്നു കയ്യിൽ. ഇതുപോലെ കീ വെച്ചിട്ട് കുത്തിയതാണ്. നല്ല രീതിയിൽ കുത്തിയായിരുന്നു അന്ന്. തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴാണ് യുവതിയും ജിതിൻ ഷായും അടുപ്പത്തിലാകുന്നത്. വിവാഹം ചെയ്യാമെന്ന ഉറപ്പിൽ ഒരുമിച്ച് താമസം ആരംഭിച്ചു. ആദ്യം സന്തോഷകരമായി മുന്നോട്ട് പോയ ജീവിതത്തിൽ യുവതിയുടെ സുഹൃത്തുക്കളെ അടക്കം ചേർത്ത് ജിതിൻ ഷാ സംശയ കഥകൾ മെനഞ്ഞു തുടങ്ങി. പിന്നീട് കൊടിയ മർദ്ദനത്തിന് നാളുകൾ. ഒരു 5 വർഷം കൊണ്ട് സംശയമുണ്ട്. മീൻസ് ആൾക്ക് ഞാൻ ആരോട് സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് കൂടെ വർക്ക് ചെയ്യുന്ന ആരോടും സംസാരിക്കരുത്, എൻ്റെ ഫാമിലിയിലുള്ള ആരോടും സംസാരിക്കരുത്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഉണ്ടാവാൻ പാടില്ല. ആളെ മാത്രം ഞാൻ ഡിപ്പെൻഡ് ചെയ്യണം. വേറെ പുറത്ത് ഒരാളോടും എൻ്റെ കാര്യങ്ങൾ പറയരുത്. അവരെ ഒരു ഹെൽപ്പ് ഞാൻ സ്വീകരിക്കരുത്. ജോലിക്ക് വേണ്ടിയിട്ടായാലും എൻ്റെ മെയിലും കാര്യങ്ങളൊക്കെ ആളുടെ കയ്യിലാണ്. ശാരീരിക മർദ്ദനത്തിന് പുറമെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ച നഗ്നദൃശ്യങ്ങൾ പകർത്തി. ദൃശ്യങ്ങൾ വാട്സാപ്പിൽ അയച്ചു നൽകി തുടർച്ചയായ ഭീഷണികൾ. പേട്ട പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം പരാതി നൽകിയത്. കേസെടുത്തെങ്കിലും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോയില്ല. പിന്നാലെ കമ്മീഷണർ ഓഫീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകി. ഫസ്റ്റിൽ 2-3 പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പാർട്ടിക്കാർ ഇടപെട്ട് സംസാരിച്ചതാ. അവിടെ CPM അവരാണ്, മീൻസ് കൗൺസിലർ അവിടുത്തെ ഷമീർ എന്ന് പറഞ്ഞ ആളൊക്കെ ഇതിൽ ഒത്തുതീർപ്പിന് വന്നതാ. ഫസ്റ്റ് ഇവരെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വഴക്കുണ്ടായി, അവനെ അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അന്ന് ഇവരൊക്കെ ഈ കൗൺസിലറും വേറൊരാളും കൂടെ വന്നിട്ട് എന്നോട് സംസാരിച്ചു, ആളോട് സംസാരിച്ചു. എൻ്റെ അമ്മയും ചേച്ചിയും ഫോണിലുണ്ടായിരുന്നു, കോളിലുണ്ടായിരുന്നു. അന്വേഷണം തുടരുകയാണെന്നും ജിതിൻ ഷാ ഒളിവിലാണെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളിൽ നടപടികൾ വൈകാൻ കാരണം പരാതികൾ ഇല്ലാത്തതോ അല്ലെങ്കിൽ വൈകുന്നതോ കാരണമാകുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു യുവതി തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥർക്ക് യാതൊരു അനക്കവുമില്ല. ഒത്തുതീർപ്പ് സമ്മർദ്ദം ശക്തമാണെങ്കിലും നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് കണ്ണൂർ സ്വദേശിയായ യുവതിയുടെ ഉറച്ച നിലപാട്. രതീഷ് കട്ടലയ്ക്കൊപ്പം ബിരിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.